ഞങ്ങളിപ്പോൾ ബ്രോഡ്സ്വാഫ് ഗൂന് ദാറ്റ് ഇസ് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ജാക്കോപാനി പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ 6 o'clock ട്രെയിൻ ബുക്ക് ചെയ്തു. അവിടുന്ന് ക്രാക്കോ പോവാം, ക്രാക്കോന്ന് പിന്നെ ജാക്കോപാനി നെക്സ്റ്റ് ട്രെയിൻ പോകാനായിരുന്നു പ്ലാൻ. അതിന്റെ 5:15 ഇറങ്ങണം എന്നായിരുന്നു, അതായിരുന്നു പ്ലാൻ. ബട്ട് ഒരാൾക്ക് അപ്പം തന്നെ കുളിക്കണമായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി. കുഞ്ഞു വാവ വാസ് റെഡി, പക്ഷെ ഇവൻ റെഡി ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ്കാരൻ പറഞ്ഞു പെട്ടെന്ന് സ്ട്രോളർ വെക്കാൻ പറ്റത്തില്ല പറഞ്ഞു. അയാളുടെ കാറിലെ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ക്യാബ് ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി. ട്രെയിൻ കിട്ടില്ല. നെക്സ്റ്റ് ട്രെയിൻ ബുക്ക് ചെയ്തു. അത് ഇനി നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രാക്കോ. ഞങ്ങൾ ഇങ്ങനെ റൂം ബുക്ക് ചെയ്ത് ട്രെയിൻ ബുക്ക് ചെയ്ത് കുഞ്ഞിന് ഉറങ്ങണമെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ ബുക്ക് ചെയ്ത്. പക്ഷേ എൻ്റെ ഓഡിയോ അങ്ങനെ രാവിലെ ഒത്തിരി നേരത്തെ എണീച്ചു. ട്രെയിൻ മിസ്സാക്കിയോണ്ട് ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. സോ എല്ലാവരും ചാൻസ് ബൈ ചാൻസ് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഐ എം നോട്ട് ഇൻ ദ മൂഡ് ടു എക്സ്പ്ലെയിൻ മോർ. ഫൈനലി ക്രാക്കോ എത്തി. ഇനിഷ്യൽ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ ക്രാക്കോയിൽ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്തിരി സമയം നമുക്ക് മെയിൻ സിറ്റി സെൻറ്ററിൽ പോയിട്ട് എല്ലാ റിനക്കൊക്കെ കാണിക്കാം സിദ്ധുവിനെ. പക്ഷേ ആ ട്രെയിൻ മിസ്സായതുകൊണ്ട് ഇതും മാറി, ഈ പ്ലാനും മാറി. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അത്രയും സമയമില്ല. ക്രാക്കോയിൽ ജസ്റ്റ് നമ്മൾ ഒരു ഗലേറിയ ഉണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ, റെയിൽവേ സ്റ്റേഷൻ്റെ. സോ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ജാക്കോപാനിക്ക് വേണ്ടി ട്രെയിൻ പിടിക്കാമെന്ന് വിചാരിച്ചു. അല്ല ഫെറോ. പിന്നെ വേറൊരു കാര്യം പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ മൈക്രോഫോൺ വർക്ക് ചെയ്തില്ല. ഞാൻ അറിഞ്ഞേയില്ല. ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞതൊക്കെ എൻ്റെ വർക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ കുറേ വീഡിയോസിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഈ ഓഡിയോ ഞാൻ ആഡ് ചെയ്തപ്പോഴാണ് കണ്ടത്. എനിക്കറിയത്തില്ല ഞാൻ എന്താ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ കൈ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ നല്ല വ്യൂസ് ആണ്. ക്രാക്കോ ടു ജാക്കോപാനി പോകുമ്പോൾ നല്ല വ്യൂസ് വരും. ബിക്കോസ് മൗണ്ടൻ സൈഡ് എത്താറായി. സ്റ്റിൽ ഇതെന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ അത് സ്കിപ്പ് ചെയ്യാം. സോ ഇവിടുന്ന് കണ്ട വ്യൂ, ട്രെയിനിൽ നിന്ന് കാണുന്ന വ്യൂ, ഇത് യജിറോ മോഹാസ്തി മീൻസ് ലേക്കാണ്. ആക്ച്വലി ഇതൊരു ലേക്ക് അല്ല, ഇതൊരു റിസർവോയറാണ്. ഇത് ഒത്തിരി വലുതാണ്. എന്നിട്ട് ഇവിടെയൊക്കെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കയാക്കിങ്, സ്പോർട്സ് പലതരം ചെയ്യാൻ പറ്റും. ഒത്തിരി സണ്ണിയാണ്, അതുകൊണ്ട് ഇപ്പോൾ വ്യൂ കാണുന്നില്ല. എത്തുമ്പോൾ കാണിക്കാം. പിന്നെ ഈ ഗ്ലാസ്സും അത്ര ക്ലീൻ അല്ല. ഞങ്ങൾ ജാക്കോപാനിയിലെത്തി. സോ വെരി സണ്ണി ഡേ. പക്ഷേ അത് നല്ലതാണ്, അതുകൊണ്ട് അത്രയും തണുപ്പൊന്നും തോന്നുന്നില്ല. ബേബി ഫസ്റ്റ് ടൈം ആണ് ഈ മഞ്ഞിൽ സ്നോയി പ്ലേസിൽ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് അവിടെ ദൂരെ കാണുന്നുണ്ട് മല. ആ മലയാണ് ഗീവോണ്ട്. നമ്മളിപ്പം ഇങ്ങോട്ട് പോവാം. അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങും. ഇന്ന് ഓൾ സീൻസ് ഡേയാ. സോ അതുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേയൊക്കെ ടിക്കറ്റ് കിട്ടാനൊക്കെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഓൾ സീൻസ് ഡേയിൽ ഐ തിങ്ക് എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവർ സിമെട്രിയിൽ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വെക്കും. അതേ ഇപ്പം നിങ്ങൾ കണ്ടേ. ഇപ്പം നമ്മൾ ഇവിടെ പോവാ, നടന്ന് നമ്മളുടെ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുക. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്നത് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ മേയിലായിരുന്നു വന്നത്. ഐ തോട്ട് ഭയങ്കര കോൾഡ് ആയിരിക്കും ബിക്കോസ് ഇറ്റ്സ് നവംബർ. ബട്ട് അത്ര കോൾഡ് ഫീൽ ആവുന്നില്ല. മേ ബി ബിക്കോസ് ഇന്ന് ഭയങ്കര സണ്ണി ഡേ ആണ്. 4:30 സൺസെറ്റ് ആവും. അതിന് മുമ്പേ ഒരു മോളിലത്തെ ഒരു ഭാഗമുണ്ട്, അവിടെ പോകണം. സിദ്ധുവിനെ അവിടെ കാണിക്കണം. ഇത് ഫസ്റ്റ് ലുക്ക് ഓഫ് ടട്രാസ്. എനിക്കിതിൽ സൂം ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കാണിച്ചു തരാം. അടുത്തെത്തുമ്പോൾ ഇച്ചിരി കൂടെ കാണിക്കാം. സിദ്ധു ക്യാമറ എടുക്കുക. അവൻ നല്ല ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട്. സോ അവൻ്റെ ക്യാമറ സെറ്റപ്പ്. ഇതാണ് ഇവിടുത്തെ ഒരു പാർക്കാ.
ഈ പാർക്കിൽ കൂടെ നല്ല വ്യൂ ആണ് ഈ ഫുൾ മൗണ്ടൻ റേഞ്ചിൻ്റെ. Can you see that? ഇതിവിടുത്തെ ഒരു സിറ്റി പാർക്കാണ്. ഇവിടെ കുറേ ഇങ്ങനെ ബെഞ്ചസ് ഒക്കെ കിടപ്പുണ്ട്. ചിലപ്പോഴൊക്കെ ആൾക്കാർ നേരത്തെ ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബെഞ്ചസിലൊക്കെ വന്നിരിക്കും. അപ്പോൾ റെസ്റ്റും ചെയ്യാം, ടട്രാസിൻ്റെ വ്യൂ ഉണ്ട്, ബസ്സൊക്കെ വരുന്നവരെ ഇവിടെ ചില്ല് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ ഒരു ഇൻവേർട്ടഡ് ഹൗസ് ഉണ്ട്. അതിനിപ്പോൾ ഒരു മ്യൂസിയം പോലെയാണ്, അത് കാശ് കൊടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ. സോ അവിടെ പോകുന്നില്ല. അത് ഞാൻ ഗൂഗിളിൽ നിന്ന് അതിൻ്റെ ഫോട്ടോസ് കണ്ടു. അത്ര മതി എനിക്ക്. സെൻട്രൽ ഏരിയ ആണ്, സെൻട്രൽ മാർക്കറ്റ് ഏരിയ സാക്കോപ്പാൻ. അവിടെ മൗണ്ടൻ കാണാം. സോ ഇവിടെയാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ള സ്ഥലം. വെയിറ്റിംഗ് ഫോർ സിദ്ധു ബിക്കോസ് അവൻ ഫസ്റ്റ് ടൈം ടട്രാസ് കണ്ട് ഭയങ്കര ഇമ്പ്രസ് ആയി. അവൻ നിന്ന് എല്ലാ ഫോട്ടോഗ്രാഫിക് സ്പോട്ട്സൊക്കെ നോക്കി എൻജോയ് ചെയ്തിട്ട് വരിക. പിന്നെ ഈ ടൗണിൽ ഒരു ഫേമസ് സാധനമാണ് ഇവിടെ സാക്കോപ്പാനിൽ, സിദ്ധു ഗ്രിൽഡ് ചീസ് ആൻഡ് ഷീപ്പ് ചീസ്. ഷീപ്പ് ചീസ് ഭയങ്കര ഫേമസ് ആണ്. ടേക്ക് ദാറ്റ്. ആൻഡ് ഇവിടുത്തെ എല്ലാ വീടുകളും ലൈക്ക് ഇങ്ങനത്തെ ഷാലേ ലുക്കാണ് വിത്ത് വുഡ്, ബിക്കോസ് സ്നോ വീഴത്തില്ലേ. നമ്മൾ ലാസ്റ്റ് ടൈം വന്ന് ഒത്തിരി കുറേ ലൈൻ നിന്ന് രാത്രി. ബട്ട് ദ ഫുഡ് വാസ് ടേസ്റ്റി. ഇങ്ങനത്തെ ഒരു ഷാലേ ലുക്കാണ് with wooden doors, wooden windows and roof. Even the restaurants അതും ഇങ്ങനത്തെ വുഡൻ ആൻഡ് ഫോളിൻ്റെ കളറും കൂടെ ആഡ് ചെയ്തപ്പോൾ അമേസിങ്. നമ്മുടെ താമസിക്കുന്ന സ്ഥലം എത്തി. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ഇറങ്ങും സൈറ്റ് സീയിങ് അല്ല, സൈറ്റ് ഷോ ചെയ്യാൻ സിധുന്. Okay, look at our room, the chalet room. See this, and our mountain view. Gianni vino. Gianni's ആണ് മുൾഡ് വൈൻ. സോ വൈൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ക്ലോവ്സ്, കാർഡമം എല്ലാ സ്പൈസസും ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കണം. വിൻ്ററിൽ ഭയങ്കര നല്ല ഡ്രിങ്ക് ആണ്, തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ്. ടേസ്റ്റി, ഇറ്റ്സ് വെരി സ്വീറ്റ് ആൻഡ് തൊണ്ടയ്ക്ക് നല്ലതാണ്. ഗ്രിൽഡ് ചീസും ജാനിയറ്റ്സും ഭയങ്കര പോപ്പുലറാണ്. ഇവിടെ മുഴുവൻ ജാനിയറ്റ് വീണോ വൈൻ. അപ്പോൾ നമ്മളിവിടെ കേബിൾ കാർ എടുക്കാൻ പോകുക, മുകളിലോട്ട് പോകാൻ വേണ്ടി. ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റും, പക്ഷെ അത് 1.8 കിലോമീറ്റർ ഉണ്ട്. വിഭിന്ന വെച്ച് ചെയ്യാൻ പറ്റില്ല, വെരി സ്റ്റീപ്പാ. ഒത്തിരി സ്റ്റീപ്പ്, അതുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ കേബിൾ കാറിൽ തന്നെ പോകും. പക്ഷെ ട്രെക്കിംഗ് ചെയ്താലും ആക്ച്വലി നല്ല വ്യൂസാ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഓൺലൈൻ എടുക്കുന്ന എപ്പോഴും നല്ല. വൺ ബിക്കോസ് ഇറ്റ്സ് കൺവീനിയൻറ്റ്, സെക്കൻഡ് ബിക്കോസ് ഓൺലൈൻ ചീപ്പറാ. അവിടോട്ട് ചെന്ന് എടുത്താൽ കൂടുതൽ എക്സ്പെൻസീവാണ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് യെസ്. ആൻഡ് കേബിൾ കാറിൽ അത്ര വ്യൂസ് ഒന്നും ഇല്ല, പക്ഷേ ഇറ്റ്സ് നൈസ് ആൻഡ് ഫാസ്റ്റ്. സൈഡിൽ കൂടി ട്രെക്ക് ചെയ്താൽ സ്നോ സമയത്ത് ഫുൾ സ്നോ ആയിരിക്കും, ഫുൾ സ്നോ.
ഞാൻ സ്നോയിൽ കൂടെ പോയിട്ടാണ് സ്നോ, പക്ഷെ വ്യൂസ് നല്ലതായിരിക്കും. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കാണാം. ഞാൻ സമ്മർ സമയത്ത് പോയപ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട്. സോ സമ്മർ സമയത്തിൽ ഐ വുഡ് പ്രിഫർ ട്രെക്കിംഗ്. പക്ഷേ ബേബി ഉണ്ടായതുകൊണ്ട് നോ, വി ആർ ടേക്കിംഗ് കേബിൾ കാർ. ആൻഡ് പെട്ടെന്ന് എത്തും. ആൻഡ് 4:30 സൺസെറ്റ് ആകത്തില്ലേ, സോ കേബിൾ കാർ ആകുമ്പോൾ ഈസിയാണ്. മറ്റേതാകുമ്പോൾ ഇരുട്ടിൽ നമ്മൾ അറിയത്തില്ല എവിടെ നടക്കണേ, അതുകൊണ്ട് അങ്ങനെയാണ് നല്ല. കേബിൾ കാറിലെത്തി. നോക്ക് ഇപ്പൊ കാണാം എന്താ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുൾ ടട്രയുടെ പെനോറമിക് വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. ഇത്രയും അതിൽ ഈച്ച് മൗണ്ടൻ്റെ പേരുണ്ട്. അത് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കാണിച്ചു തരാം. മാർവലസ്. മൂന്നും വന്നു ഓൾറെഡി, ബിക്കോസ് സൺസെറ്റ് ടൈമായി. ഓണായി വരുന്ന ചാക്കോപ്പാനിൽ അതായത് നമ്മൾ കണ്ടത് അതാണോ അത് നമ്മൾ ഇവിടെ ഫുൾ കാണാം. എല്ലാ പെനോറമിക് വ്യൂ ആണ്. ഓരോ മൗണ്ടൻ എന്താ എല്ലാം ലേബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സമ്മർ സമയത്ത് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ പെനോറമിക് വ്യൂ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയിൽ ഇരുന്നിട്ട് പെയിൻറ്റിങ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് അമേസിങ്. നല്ലതാണോ? തണുത്ത സമയത്ത് നല്ല ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഞാൻ കുടിക്കുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ ഇത്രയും റിസോർട്ട്സ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ 2021 വന്നപ്പോൾ. പിന്നെ 2022 ഞാൻ വന്ന സമ്മറിലായിരുന്നു, അപ്പം വേറെ ലുക്കാണ്. പിന്നെ ഞാൻ വന്ന് വിൻ്ററിൽ വേറെ ലുക്കാണ്. ഇപ്പം ഞാൻ ഫോളിൽ വന്നു. അപ്പോഴൊന്നും ഞാൻ വ്ളോഗിങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഐ വാസ് ലിവിങ് ഇൻ ദ മൊമെൻറ്റ്. എൻ്റെ കയ്യിൽ എത്ര വീഡിയോസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഓരോ സീസൺസ് ഞാൻ കാണിക്കായിരുന്നു. മൂൺ നോക്കൂ. ആഹാ ആഹാ ഇതാരാണ്? ഷീപ്സ്. എല്ലാവരും ഉറങ്ങുന്ന പോലെ ഉണ്ടല്ലേ. താങ്ക് യു. മൈനി കഴിച്ചോ? കളാ. ഇത് മോസ്കോൾ പൊട്ടറ്റോ പാൻകേക്സ് വിത്ത് സംതിങ്. ആൻഡ് ഇത് പോർക്ക് ഷ്നിറ്റ്സൽ. ഇനി നമ്മൾ വിത്ത് ബോൺ, നമ്മൾ 2 ഐറ്റംസിനും കൂടെ വെയിറ്റ് ചെയ്യുക. ലാംബ് സ്ക്യൂവേഴ്സ് ആൻഡ് പിറോഗിയാണ് പോളണ്ടിലെ ഡിഷ്. പോളിഷ് ഡിഷാണ്. ഇതും പോളിഷ് ഡിഷാണ്. സോ ട്രൈ ആൻഡ് ടെൽ മീ. അങ്ങനെ Day 1 ഇൻ ജാക്കോപാനി കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ അടുത്ത സ്ഥലത്ത് പോകും. അപ്പോൾ വേറെ വ്ളോഗിൽ കാണാം.